ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. യാങ്ജോയിലുള്ള എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും അറിയാൻ പറ്റും, ഇന്നത്തെ സ്പെഷ്യൽ സാധനം എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ്. ഇപ്പോൾ ഞങ്ങളൊരു ഡോമെട്രി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഫ്ലോറിൽ ഒരാളെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കും. അത്ര ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് ചിക്കൻ കറി. അതാണ് നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി കുറച്ച് നമ്മൾ ഒരു 3 എണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിൻ്റെ ഇല, തക്കാളി, പിന്നെ നമ്മൾ 2 ബ്രസ്റ്റ് പീസ് ചിക്കൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഓയിൽ, പിന്നെ നമ്മൾ പറഞ്ഞ പച്ചക്കറികൾ, അതെങ്കിൽ ഗ്രാമ്പൂ, പെരിഞ്ജീരകം, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡറാണത്, പിന്നെ ചിക്കൻ മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. അത്രയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പാൻ വെച്ച് ഇനി ആ വെള്ളം ഒന്ന് പോയി പാനൊന്ന് ചൂടായി വരണം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഓയിൽ വയ്ക്കാം. ഇനി നമുക്ക് ഓയിൽ ചൂടായിട്ടൊന്ന് വരുമ്പം കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതൊന്ന് പൊട്ടുമ്പോഴേക്കും നമുക്ക് 2-3 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കൊരു ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് കുറച്ചൊന്നൊരു റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയിട്ട് കുറച്ചുകൂടെ ഉപ്പും ഇട്ട് നമ്മളതിന് വാട്ടിയെടുക്കണം. ഉള്ളി വാട്ടുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഉള്ളി ശരിക്കും അങ്ങോട്ട് വാടിയില്ല, എന്നാലും നമുക്ക് ഇത്തിരി തക്കാളിയും കൂടെ ഇട്ടിട്ട് അത് ശരിക്ക് രണ്ടും കൂടി വാട്ടിയെടുക്കാം. കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പൊടിയൊക്കെ ഇടാം. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. 2-3 പേരുണ്ട്, അവരൊക്കെ കുക്കിംഗ് തിരക്കിലാണ്. ഉള്ളി ചെറുതായിട്ടൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി വാടാനുള്ള ക്ഷമ എനിക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് പൊടിയൊക്കെ ഇടാം. ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാദാ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല. ഇതൊക്കെ ഒരു ഏകദേശം അളവാട്ടോ. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് നല്ല വാട്ടിയെടുത്തിട്ട് ചിക്കൻ ഓൾറെഡി ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് ഓൾറെഡി ആക്കി വെച്ചതായിരുന്നു, ചെറുതായി മുറിച്ച് വെച്ചത്. അതിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നെ അതൊന്ന് മൂടി വയ്ക്കാം. ഇനി ചിക്കനൊക്കെ വെള്ളം ഇറങ്ങി ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ നമ്മൾ ആ ഒരു കറി വേവിച്ചെടുക്കുന്നത് ഫുള്ള്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ ഇങ്ങനെ നമ്മൾ വെച്ച് ഒരു 20 മിനിറ്റിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇതാ ചിക്കൻ കണ്ടോ, ഇങ്ങനെ മുറിഞ്ഞ് വരും. അപ്പം ഇങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ മുറിഞ്ഞ് വരുന്ന രീതിയിൽ ഇങ്ങനെയായി വെന്ത് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഇതൊന്നും കൂടി നമുക്ക് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് അതിലൊന്ന് കിടന്നൊന്ന് വേവുന്ന രീതിയിൽ ഒരു 10 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഈ ചിക്കൻ കറിയെ തികച്ചും പൂർണ്ണമായും എൻ്റെ മാത്രം സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇനി ഇതൊന്നൊക്കെ ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് മല്ലിൻ്റെ ഇലയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മുടെ കറി സെറ്റ് ആക്കാം. ഓക്കെ, നമ്മളെ കറി ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. യേയ്! ഗായ്സ്, ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. നിങ്ങൾ ചിക്കൻ കറി കണ്ടില്ലേ? സോ ഇറ്റ്സ് സോ യം, ഇറ്റ് ലുക്ക് സോ യം.
സോ എല്ലാവരും അധിക പേരും ഉണ്ടാക്കുന്ന കറിയാണ് ഇവിടെ. ആൻഡ് ഞാൻ ഓൾമോസ്റ്റ് ഒരു 6:30 6:45 കിച്ചണിൽ പോയത്. ആൻഡ് നൗ ഇറ്റ്സ് 8:15. ഇത്ര നേരം കിച്ചണായിരുന്നു. ഞാൻ മുറിച്ചൊക്കെ റെഡിയാക്കി പോയിട്ടുണ്ട്. എന്താണ് അവസ്ഥ. ആൻഡ് നല്ല തണുപ്പുണ്ടേനും കാലും കൈയും ഒക്കെ പോയി ഗൈസ്. സോ ദിസ് ഇസ് ഇറ്റ്. ചിക്കൻ കറി. This is me, Archana Vishim, signing off.